യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിന്റെ പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമുക്ക് വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീക വചന ചിന്തയിലൂടെ കടന്നു പോകാൻ തക്കോണം ദൈവം നമ്മെ സഹായിച്ചല്ലോ. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം, ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് തരുന്നതായ ആ ആത്മീയമായ ഒരുക്കങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും കർത്താവിന്റെ ആ ആർപ്പുവിളി കേൾക്കുമ്പോൾ, യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിൽ അതേ സ്വർഗത്തിൽ നിന്നുള്ള ആ മുഴക്കം, ദൂതന്റെ ആ കാഹളം കേൾക്കുമ്പോൾ നമുക്ക് ഇവിടുന്ന് രൂപാന്തരപ്പെടുവാൻ കഴിയുമെന്നുള്ളതാണ് നമുക്ക് ചിന്തിപ്പാനിടയായി തീർന്നത്. നോക്കൂ, നമ്മുടെ ജീവിതത്തിൽ കർത്താവ് യേശുക്രിസ്തു വരുമ്പോൾ നമ്മൾ കൈവിടപ്പെട്ടു പോകുന്ന അവസ്ഥ ഒന്ന് ചിന്തിക്കാമോ? അതേപോലെ തന്നെ നമ്മൾ കർത്താവായ യേശുക്രിസ്തു ഇവിടെ പറയുന്നത് പോലെ ആർപ്പുവിളി കേൾക്കാതെ യേശുക്രിസ്തുവിന്റെ വരവ് സംഭവിച്ചു എന്ന് പോലും അറിയാതെ ഉള്ളതായ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്, അത് നമ്മുടെ ജീവിതത്തിലെ എന്നേക്കുമായിട്ടുള്ള ഒരു നഷ്ടമാണ്. ഈ ഒരു സന്ദേശം കാലാകാലങ്ങളായി നമ്മുടെ നാട്ടിൽ മുഴങ്ങുന്നതായ ഒരു സന്ദേശമാണ്. പലരും ഇത് അവഗണിക്കാറുണ്ട്. ഇത് വെറും ഒരു ജൽപ്പനമാണ്, ഒരു ഭാവന മാത്രമാണെന്ന് കരുതുന്ന അനേക ആളുകളുണ്ട്. പക്ഷേ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്, ദൈവവചനത്തിന്റെ സത്യങ്ങൾ ഇതുവരെയും ഈ ലോകത്ത് നടപ്പിലാകാതെ പോയിട്ടില്ല. ദൈവവചനത്തിലെ ഓരോ പ്രമാണങ്ങളും പ്രവചനങ്ങളും, അതേപോലെ തന്നെ ചരിത്രത്തിലൂടെ നമ്മൾ നോക്കിയാൽ, അതേ ചരിത്ര ഗവേഷണങ്ങളോട് നമ്മൾ നോക്കിയാൽ, ഭൗമശാസ്ത്രപരമായ ഗവേഷണങ്ങളോട് നമ്മൾ നോക്കിയാൽ നമുക്ക് എല്ലാവർക്കും മനസ്സിലാകും ഈ ദൈവത്തിന്റെ വചനം എത്രയോ ശരിയാണ്. ഇന്ന് വരെയും ഇതിലെ ഒരു വചനം പോലും തെറ്റിപ്പോയിട്ടില്ല എന്നുള്ളതും നമ്മൾ കണക്കിലെടുക്കേണ്ടതായിട്ടുണ്ട്. ദൈവത്തിന്റെ വചനം വിശ്വാസയോഗ്യമാണ്. ദൈവത്തിന്റെ വചനം ഗാഡ് ബ്രെത്തഡ് ആണ്, ദൈവം ശ്വസിച്ചതായ വചനമാണ്. അതുകൊണ്ട് ഇതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ വചനങ്ങളും നിറവേറ്റപ്പെടുവാനുള്ള വചനമാണ്. മണവാളൻ വരുന്നു എന്നുള്ളത് കർത്താവ് യേശുക്രിസ്തു വ്യക്തമായി പറഞ്ഞപ്പോൾ യേശുക്രിസ്തു ഉദ്ദേശിച്ചത് തന്റെ വരവിനെ കുറിച്ച് തന്നെയാണ്. പക്ഷെ തന്റെ വരവിൽ നമ്മൾ ഓരോരുത്തരും ആ ബുദ്ധിയുള്ള കന്യകമാരെ പോലെ നമ്മൾ ഒരുങ്ങിയിരിക്കേണ്ടത് ആവശ്യമാണ്. നമ്മൾ ഈ ദിവസങ്ങളൊക്കെ ചിന്തിക്കുന്നത് ഈ 10 കന്യകമാരെ കുറിച്ചാണല്ലോ. ഈ 10 കന്യകമാരിൽ 5 പേർ മാത്രമേ വിളക്കെടുത്തിട്ട് അതിനോട് ചേർത്ത് അവർ എണ്ണയും എടുത്തുള്ളൂ. എന്തുകൊണ്ടാണ് അവരങ്ങനെ ചെയ്തു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നമ്മളത് മനസ്സിലാക്കുന്നത്, മണവാളന്റെ വരവിന് താമസം വന്നാൽ, വിളക്കിൽ എണ്ണ തീർന്നാൽ വിളക്കിൽ എണ്ണ ഒഴിക്കേണ്ടതിനും ആ വിളക്ക് പരിപൂർണമായി കത്തിക്കൊണ്ടിരിക്കേണ്ടതിനും ആ വിളക്ക് ശരിയായി കത്തിക്കൊണ്ടിരിക്കേണ്ടതും വളരെ ആവശ്യമാണ്. നമ്മളിവിടെ ഈ 25:5 വായിക്കുന്നുണ്ട്, പിന്നെ മണവാളൻ താമസിക്കുമ്പോൾ എല്ലാവരും മയക്കം പിടിച്ച് ഉറങ്ങി. ഈ മയക്കം പിടിച്ച് ഉറങ്ങിയപ്പോൾ, ഈ ഉറങ്ങുന്ന സമയത്ത് ഈ 10 പേരുടെയും വിളക്ക് കത്തുന്നുണ്ട് എന്നുള്ളത് നമുക്ക് അനുമാനിക്കാൻ സാധിക്കും. എന്നാൽ ആ ഉറക്കത്തിനിടയിൽ ഈ 10 പേരുടെയും വിളക്കിൽ എണ്ണ വറ്റിപ്പോയി, അത് കരിന്തിരിയായി പോയി. അപ്പോൾ ആ ഉറക്കത്തിനിടയിൽ അവർ ഒരു ആർപ്പുവിളി കേൾക്കുകയാണ്. മണവാളൻ വരുന്നു, അവനെ എതിരേൽപ്പാൻ പുറപ്പെടുവീൻ എന്ന് പറയുന്നതായ ആർപ്പുവിളി. അങ്ങനെ അവർ ഉണർന്നപ്പോൾ അവർ ശ്രദ്ധിച്ചതായ ഒരു കാര്യം, അവരുടെ വിളക്കെല്ലാം കെട്ടുപോയിരിക്കുന്നു. ഇന്ന് നമുക്ക് നമ്മുടെ ആത്മീയ ലോകത്ത് നോക്കുമ്പോൾ അനേകരുടെ വിളക്കും കെട്ടുപോയ അനുഭവമാണ്. അനേക ആളുകളും അവർ ആത്മീയരാണെന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിലും അവരുടെ ജീവിതത്തിൽ പരിശുദ്ധമായ പ്രവൃത്തിയോ പരിശുദ്ധമായ സ്വഭാവമോ നമുക്ക് കാണാൻ കഴിയുന്നില്ല. മറിച്ച് അനേക ആളുകളും അത്ഭുതപ്പെട്ടു പോകുന്നു, ഇതാണ് ഒരു ആത്മീയൻ എന്ന്. നമുക്കറിയാം, ആത്മീയ നേതാക്കന്മാരിൽ പോലും നമുക്കിത് കാണാൻ കഴിയാത്തതായ അനുഭവമുണ്ട്. അവരൊക്കെ നമ്മുടെ മുമ്പിൽ ജീവിച്ചിരിക്കുന്നു, അവരൊക്കെ നമ്മളോട് പ്രസംഗിക്കുകയും നമ്മുടെ മുമ്പാകെ പാട്ടുകൾ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുകയും നമ്മെ പ്രബോധിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അവരുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെതായിട്ടുള്ള ആ പ്രകടനങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നില്ലെങ്കിൽ, എന്താണ് പ്രകടനങ്ങൾ? നമ്മൾ സാധാരണയായിട്ട് പരിശുദ്ധാത്മാവിന്റെ പ്രകടനം എന്ന് ഉദ്ദേശിക്കുന്നത് എന്തുവാ? ഞാൻ എൻ്റെ ചെറുപ്പകാലത്തൊക്കെ ചിന്തിച്ചത്, അന്യഭാഷ പറയുന്നവരാണ് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവരായ ആളുകൾ. പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മൾ ആത്മാവിൽ നിറഞ്ഞു എന്നുള്ളത് ഒരു അടയാളമായി നമുക്ക് നൽകിയിരിക്കുന്ന ഒരു ഭാഷയാണ് അന്യഭാഷ. പക്ഷേ ഞാൻ ആത്മീയനാണെന്ന് അറിയിക്കാൻ വേണ്ടി അന്യഭാഷ പറഞ്ഞ് മറ്റുള്ളവരെ നമ്മൾ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയാണെങ്കിൽ പോലും നമ്മളുടെ ജീവിതം അതിന്റെ ഫലം കൊണ്ട്, യേശുക്രിസ്തു പറഞ്ഞില്ലേ, വൃക്ഷത്തെ നമ്മൾ അറിയുന്നത് അതിന്റെ ഫലം കൊണ്ടാണ്. ഞാൻ നിങ്ങളോട് വളരെ വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുന്നു, ലീഡർഷിപ്പിൽ നിൽക്കുന്നവരാണെങ്കിൽ പോലും, സഭകളിലെ ആത്മീയ ശുശ്രൂഷയിൽ നിൽക്കുന്നവരാണെങ്കിൽ പോലും, അവയിൽ ദൈവവചനത്തിന്റെയോ അല്ലെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവോ അവർക്ക് നൽകുന്നതായ ആത്മീയ ഫലങ്ങൾ അവരുടെ ജീവിതത്തിൽ പുറപ്പെടുന്നില്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കിക്കോണം,
അവർ ആത്മീയമായി ഉറങ്ങുന്നവരാണെന്നും അവരുടെ വിളക്ക് കെട്ടുപോയി എന്നും നമ്മൾ മനസ്സിലാക്കണം. ഇങ്ങനെ ധാരാളം പേരുടെ വിളക്ക് കെട്ടുപോയ അനുഭവങ്ങൾ നമുക്ക് ആത്മീയമായി വിവേചിച്ചറിയുവാൻ സാധിക്കും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മൾ ഓരോരുത്തരും തമ്മിൽ ധൈര്യപ്പെടുത്തേണ്ടത്, സഹോദര അല്ലെങ്കിൽ സഹോദരി, നിന്റെ വിളക്ക് കെട്ടുപോകരുത് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നോട് സംസാരിക്കുകയും പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുകയും ചെയ്യണം. എന്താണ് ആത്മാവിന്റെ ഫലങ്ങൾ? നമുക്ക് എല്ലാവർക്കും അറിയാം. സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്ത, സൗമ്യത, ഇന്ദ്രിജയം. ഈ ഫലങ്ങളൊന്നും തന്നെ ഒരു വ്യക്തിയിൽ ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്നില്ലെങ്കിൽ അതിനർത്ഥം ഹി ഈസ് സ്ലീപ്പിംഗ്, അവൻ ഉറങ്ങുന്നു എന്നുള്ളതാണ്, അവൻ മയങ്ങുന്നു എന്നുള്ളതാണ്. എന്ന് മാത്രമല്ല, അവന്റെ ജീവിതത്തിൽ ഈ പരിശുദ്ധാത്മാവിന്റെ കത്തൽ അവനിൽ ഇല്ല. അവന്റെ വിളക്ക് കത്തിക്കൊണ്ടിരിക്കുന്നില്ല. നോക്കൂ, ഇവർ ഉറങ്ങിപ്പോയപ്പോൾ ഇവരുടെ വിളക്കെല്ലാം തന്നെ കെട്ടുപോയി. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത്. എന്നാൽ പെട്ടെന്ന് മണവാളന്റെ ആപ്പ് വിളി കേട്ടപ്പോൾ ഇവർ ചാടി എഴുന്നേൽക്കുകയാണ്. ചാടി എഴുന്നേറ്റ ഉടനെ അവർ ശ്രദ്ധിച്ചത് എന്താണ്? അവരുടെ വിളക്കുകളെയാണ് അവർ ശ്രദ്ധിച്ചത്. നമ്മളും അവിടേക്ക് തന്നെ തിരിയും. കർത്താവ് യേശുക്രിസ്തുവിന്റെ വരവ് സംഭവിക്കുന്നു എന്ന് മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ അത് കേൾക്കുന്നവരായ ആളുകൾ, ഉറപ്പായിട്ടും തന്നെ അവനെ കാത്തിരിക്കുന്നവർക്ക് മാത്രമേ അവന്റെ വരവിൽ എടുക്കപ്പെടാൻ കഴിയത്തുള്ളൂ. പക്ഷേ അതേ സമയം തന്നെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഒരു വിശ്വാസിയായ വ്യക്തി അല്ലെങ്കിൽ കർത്താവ് യേശുക്രിസ്തു വിശ്വസിക്കുന്നതായ ഒരു വ്യക്തി, ആ വ്യക്തി കാഹളനാദം കേട്ടാലും അവന് ഇവിടുന്ന് പുറപ്പെടാനുള്ള ആ ആത്മീക ശക്തി, ആത്മീക ബന്ധം അവന്റെ ജീവിതത്തിലില്ലെങ്കിൽ, പരിശുദ്ധാത്മാവിനോട് ചേർന്നുള്ള ഒരു ജീവിതം അവൻ നയിക്കുന്നില്ലെങ്കിൽ, അവന് ഈ റാപ്ചറിൽ, ഈ ഉയർത്തെഴുന്നേൽപ്പിൽ അല്ലെങ്കിൽ കർത്താവ് യേശുക്രിസ്തുവിന്റെ വരവിൽ അവൻ എടുക്കപ്പെടാൻ കഴിയില്ല എന്നുള്ള വലിയ ഒരു സൂചനയും നമുക്ക് ഈ വേദഭാഗത്തിലൂടെ കാണുവാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മൾ ആത്മീയമായ ഉറക്കത്തിലേക്ക് വഴുതി വീഴാതെ നിൽപ്പാൻ ശ്രമിക്കേണ്ടത് വളരെ ആവശ്യമാണ്. അതേപോലെ തന്നെ നമ്മളുടെ വിളക്ക് കെട്ടുപോകരുത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കണം. അഥവാ നമ്മൾ ഉറങ്ങിപ്പോയാലും, അഥവാ നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥന കുറഞ്ഞു എന്ന് തോന്നിയാലും, ജീവിതത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ഇടപെടാനുള്ള അവസരം നമ്മൾ കൊടുക്കുന്നവരായി തീരണമെന്നുള്ളതാണ് ഈ വചനഭാഗത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ദൈവസഭയെ ഒരുക്കുന്ന പ്രവൃത്തി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൻ്റെതാണെന്ന് നമുക്ക് വ്യക്തമായി ദൈവവചനത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. എഫേസ്യ ലേഖനം 5-ാം അധ്യായം അതിന്റെ 26 മുതലുള്ള വാക്യങ്ങൾ ദൈവസഭയ്ക്ക് അല്ലെങ്കിൽ ദൈവസഭയാകുന്ന മണവാട്ടിയെ എങ്ങനെയാണ് കർത്താവ് യേശുക്രിസ്തു തന്റെ ആത്മാവിനാൽ ഒരുക്കുന്നതെന്ന് നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. അവൻ അവളെ വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിനും കറ, ചുളുക്കം മുതലായതൊന്നുമില്ലാതെ സഭയെ ശുദ്ധിയും നിഷ്കളങ്കമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിനും തന്നെ താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. ഇതാണ് കർത്താവ് യേശുക്രിസ്തു ഇന്ന് സഭയ്ക്ക് വേണ്ടി ചെയ്യുന്നത്. യേശുക്രിസ്തു ഇത് സഭയ്ക്ക് വേണ്ടി ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാലാണ് സഭ ഒരുക്കപ്പെടുന്നുള്ള വസ്തുതയും നമ്മൾ മറന്നുപോകരുത്. സഭയുടെ ഉൾപ്രാപണത്തിന് ശേഷം അഥവാ സഭ എടുക്കപ്പെട്ടതിന് ശേഷം സഭ ഒരുക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിലെ ദൗത്യം പൂർത്തിയാക്കി മടങ്ങിപ്പോകുന്നു എന്ന് നമുക്ക് വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് കാണുവാൻ കഴിയുന്നുണ്ട്. അതുവരെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ഇവിടെ നമുക്ക് ദൈവം തന്നിരിക്കുന്നത് വെളിപ്പെടുവാനിരിക്കുന്ന അധർവമൂർത്തിയായ അന്തിക്രിസ്തുവിന്റെ വരവിനെ തടുത്തു നിർത്തി സഭയെ സംരക്ഷിക്കുന്നതായ പരിശുദ്ധാത്മാവിനെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്തു ചെയ്യുന്നു? ആ എണ്ണ അല്ലെങ്കിൽ ആ വിളക്ക് കത്തുക എന്ന് പറയുമ്പോൾ ഈ പ്രവൃത്തിയിലൂടെ ദൈവസഭ കടന്നു പോകുന്നു എന്നുള്ളതാണ് അർത്ഥം. നമ്മൾ ആത്മീയമായി ഉറങ്ങുമ്പോൾ പോലും, അതായത് നമ്മുടെ പ്രാർത്ഥന കുറഞ്ഞാലും നമ്മുടെ വചനധ്യാനം കുറഞ്ഞാലും ഇങ്ങനെയുള്ള ആത്മീയമായ മയക്കത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നു എങ്കിലും നമ്മൾ ഒരുങ്ങിയിരിക്കുന്നതായ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയെ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു കൊടുക്കുന്ന ആളുകളായി നമ്മൾ നിൽക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ ഈ ആർപ്പുവിളിയുടെ മുമ്പിൽ നമ്മൾ നമ്മളുടെ വിളക്കുകൾ തെളിയിക്കുക തന്നെ ചെയ്യും എന്ന് മാത്രമല്ല, ഈ വിളക്ക് കെട്ടുപോവുകയുമില്ല. മണവാളൻ വരുമ്പോൾ ഈ വിളക്ക് പ്രകാശിച്ചിരിക്കണം. അതേ മണവാളന് വഴികാട്ടുവാൻ ഈ ഒരു വിളക്ക് വളരെയധികം പ്രധാനമുള്ള ഒരു കാര്യമാണ്. ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മുടെ ജീവിതത്തിൽ ഇപ്രകാരമുള്ള ഈ പ്രകാശം, ഈ ആത്മീയ പ്രകാശം ഉണ്ടെങ്കിൽ മാത്രമേ മണവാളൻ നമ്മെ തീർച്ചയായിട്ടും സ്വീകരിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ വിളക്ക് കെട്ടുപോയ അനുഭവത്തിലാണെങ്കിൽ മണവാളന് നമ്മെ ചേർക്കുവാൻ ഒരു നാളും കഴിയുകയില്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഇവിടെ ഈ ബുദ്ധിയുള്ളവർ
വിളക്കോടുകൂടെ എണ്ണ എടുത്തു എന്ന് പറയുന്നത് ഏത് സമയം പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി അവരുടെ ജീവിതത്തിൽ അവർ അനുവദിച്ചു കൊടുത്തുകൊണ്ട് ആയിരിക്കുന്നവർ എന്നുള്ളതാണ്. ഇന്ന് ഞാൻ ഈ സന്ദേശം നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ ഈ സന്ദേശത്തിന് മുമ്പാകെ ഒരുക്കപ്പെടേണ്ടത് ഈ ഒരു വിഷയത്തിൽ, അതായത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിപ്പാൻ അവസരം കൊടുക്കുകയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തരുന്ന പ്രേരണയ്ക്കനുസരിച്ച് ആത്മീയ ജീവിതം നയിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കണം. ദൈവവചനം വായിക്കുവാനും ചർച്ചിൽ കടന്നു പോകുവാനും അതേ ആത്മീയമായ ബന്ധങ്ങൾ നമുക്കുണ്ടാകുവാനും ദൈവത്തോട് വ്യക്തിപരമായ ബന്ധങ്ങളിൽ നമുക്കായിരിക്കാനും ദൈവഹിതത്തിനനുസരിച്ച് അതേ റോമലേഖനം 8-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന പോലെ ദൈവത്തിൻ്റെ ആത്മാവ് നടത്തുന്നവരായി തക്കവണ്ണം നമുക്ക് ജീവിപ്പാനും കഴിയുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നമ്മളുടെ വിളക്ക് കെട്ടുപോകുന്നില്ല, വിളക്ക് കത്തിക്കൊണ്ടേയിരിക്കും എന്ന് മാത്രമല്ല, അഥവാ വിളക്ക് കെട്ടുപോകുന്ന ഒരു സാഹചര്യം വരുമ്പോൾ അതിലേക്ക് എണ്ണ പകർന്നു കൊടുത്ത് ആ ദീപത്തെ സ്ഥിരതയോടുകൂടെ കത്തിക്കുവാൻ നമുക്ക് സാധിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓരോരുത്തരും നമ്മളിലുള്ള ആ ആത്മീക ദീപത്തെ കത്തിച്ചുകൊണ്ടിരിക്കുന്നവർ ആയിത്തീരണം. അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഏത് പ്രതിസന്ധിയുടെ വേളകളിലും ഏത് പ്രശ്നങ്ങളുടെ വേളകളിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവോട് ചേർന്ന് നിന്ന് ജീവിപ്പാൻ ദൈവം നമ്മെ സഹായിക്കണം. അതിനുവേണ്ടിയുള്ള ഒരു ആഗ്രഹവും വാഞ്ചയും പ്രാർത്ഥനയും സമർപ്പണവും നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നമ്മൾ ഈ ബുദ്ധിയുള്ള കന്യകമാർ എന്ന് വിളിക്കപ്പെടും. അതേ ആ ബുദ്ധിയുള്ള കന്യകമാരെ പോലെ യേശുക്രിസ്തുവിന്റെ വരവ് നമ്മൾ ഒരിക്കലും മിസ് ചെയ്യുകയില്ല, നമ്മൾ നഷ്ടപ്പെടുത്തി കളയുകയില്ല. ഇതാണ് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത്. ലോകത്തിൽ നമ്മൾ എന്തു നേടിയാലും അതെല്ലാം നഷ്ടപ്പെട്ടു പോകും. നോക്കുക, ഈ ലോകത്തിൽ നമ്മൾ എന്താണ് നേടുന്നത്? എത്രയോ ധനവന്മാർ ഈ ലോകത്തിൽ ഉണ്ടായിട്ടുണ്ട്. അവരെന്തെങ്കിലും കൊണ്ടുപോയോ? അവരെന്തെങ്കിലും നേടിയോ? ഇല്ല, അതൊന്നും നേടുവാൻ കഴിയത്തില്ല. നമുക്ക് നേടുവാനുള്ള ഒരേ ഒരു കാര്യം നിത്യതയിൽ യേശുക്രിസ്തുവിനോടൊപ്പം യുഗായുഗമായി കോടാനുകോടി യുഗങ്ങൾ അവനോടൊപ്പം വാഴാമെന്നുള്ള ആ പ്രതീക്ഷയും ആ പ്രത്യാശയുമാണ്. അതിലേക്ക് ഞാൻ നിങ്ങളെല്ലാവരെയും ആഹ്വാനം ചെയ്യുന്നു. ഒരു നിമിഷം നമുക്ക് ദൈവത്തിൽ പ്രാർത്ഥിക്കാം. സ്വർഗപിതാവേ, എന്ന് ഞങ്ങളെ കൽപ്പിച്ച വചനത്തിനായി സ്തോത്രം. പരിശുദ്ധന്മാവെ നിറവിൽ ചെയ്യിപ്പാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ചുള്ള ചില സന്ദേശങ്ങളിൽ കൂടെ ഞങ്ങൾ ചിന്തിപ്പാനും ദൈവസന്നിധിയിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുവാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. എന്നാൽ ഇന്ന് ഈ വചനം കേൾക്കുന്ന പ്രിയമുള്ളവർ അവരുടെ ജീവിതത്തിൽ കർത്താവ് യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവും ദൈവമായി സ്വീകരിക്കുകയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഗൈഡൻസിലൂടെ നടക്കുവാൻ അവർ ഇന്ന് സമർപ്പിക്കുകയും ചെയ്യണമെന്ന് ഞാൻ അങ്ങയുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്ന് ജീവിതത്തിൽ സമർപ്പണം ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുന്നു. എല്ലാ നന്മയാലും അവർ നിറയപ്പെടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വചനം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിന് കാരണമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദയവായി നിങ്ങൾക്ക് ഈ സന്ദേശം മൂലമുള്ള അനുഗ്രഹങ്ങളെക്കുറിച്ച്, നിങ്ങളുടെ ജീവിതം എത്രത്തോളം കർത്താവ് യേശുക്രിസ്തുവിൽ വ്യത്യാസപ്പെട്ടു എന്നുള്ളത് അറിയുവാൻ എനിക്ക് വളരെ ആഗ്രഹമുണ്ട്. തീർച്ചയായിട്ടും ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകളിൽ ഞങ്ങളെ വിളിക്കുക. ഞങ്ങളുടെ ആത്മീയ ശുശ്രൂഷകൾ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ അതിനും ഞങ്ങൾ തയ്യാറാണെന്നുള്ള പേരും ഓർപ്പിക്കുന്നു. ആത്മീയമായ കൂട്ടായ്മയ്ക്കും നിങ്ങൾക്ക് ഞങ്ങളെ വിളിക്കാവുന്നതാണ്. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. God bless you all.